എവരിവൺ, AM വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഗുരുവായൂർ ടെമ്പിളിൽ പോയാലോ? തൃശ്ശൂരത്തെ അല്ല കേട്ടോ, നമ്മുടെ കൊൽക്കത്തയിലും ഉണ്ടൊരു ഗുരുവായൂർ ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 2 ഫാമിലി ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു മലയാളി ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങി. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും കേട്ടോ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ആക്ച്വലി പ്രോപ്പർ കൊൽക്കത്തയല്ല, ഭരത്പൂറാണ്. അവിടുന്ന് 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് കൊൽക്കത്തയിൽ പോകേണ്ടത്. അത്രയും കിലോമീറ്റേഴ്സ് ഇല്ല, പക്ഷേ ഒരുപാട് ട്രാഫിക്കാണ് കേട്ടോ. നമ്മൾ നാട്ടിലെ കണക്കൊന്നുമല്ല. മുക്കിന് സിഗ്നലുകളും പിന്നെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ട്രാഫിക്. ഇതെല്ലാം കടന്ന് വേണം നമ്മൾ കൊൽക്കത്തയിലെത്താൻ. ഇവിടുത്തെ ബസ്സൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ തോന്നില്ല. മൊത്തം പൊടിയും പിടിച്ച്, നമ്മുടെയൊക്കെ പ്രൈവറ്റ് ബസ്സാണെങ്കിൽ എന്ത് വൃത്തിയായില്ലേ. ഇവിടെ ഫുൾ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ബസ്സുകളാണ്. പിന്നെ ഫുൾ സ്ട്രീറ്റുകൾ ഇങ്ങനെ ഡ്രസ്സായാലും പല പല സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കൊൽക്കത്ത എത്തിയിട്ടുണ്ട്. അവിടെയും ബോംബെയിലാണെന്ന് തോന്നുന്നു ഈ മഞ്ഞ ടാക്സി കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ടാക്സി, മഞ്ഞ കളറിലെ. ഒരു ദിവസം ഈ ടാക്സിയിൽ പോകണമെന്നുണ്ട് കേട്ടോ എനിക്ക്. നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇങ്ങനെ ഗോൾഡൻ കളറിലെ രഥം കണ്ടില്ലേ, അത് വന്നിട്ട് ഇങ്ങനെ വെള്ള കുതിരകളുണ്ട് ഇവിടെ. അത് വന്ന് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കാണാം. വാവ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുറേ ദിവസം കൂടി ഇരുന്ന് കാറിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂരമ്പലം എത്തി. പിന്നെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. തൊട്ടടുത്ത് പാർക്ക് കണ്ടതിൻ്റെ ഹാപ്പിയിലാണ് നിലു. അവളിങ്ങനെ ഓടി നടക്കുക പാർക്കിൽ പോകണമെന്നും പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയോ അവിടുന്ന് വലിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് കൊണ്ടുപോവാണ് അവളെ. നമ്മൾ നാട്ടിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും നമ്മളുടെ നാട്ടിൽ പോലുള്ളൊരു അമ്പലമല്ലായിരിക്കുമല്ലോ, ഭയങ്കര വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒരു അമ്പലം കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോഴത്തേനും പിന്നെ പറയാൻ വേണ്ടല്ലോ, ഉണ്ണിക്കണ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഗുരുവായൂർ എങ്ങനെയാണ് ഉത്സവം നടക്കുന്നത് അതുപോലെ ഇവിടെയും എല്ലാ കാര്യങ്ങളും പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അകത്തോട്ട് മൊബൈൽ പ്രവേശനം ഇല്ല. പിന്നെ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അമ്പലമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യവും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ പോലെ തന്നെ പാൻറ് ഇട്ടവരൊക്കെ വെളിയിൽ തന്നെ നിൽക്കണം, മുണ്ടെടുത്തവർക്ക് അകത്തോട്ട് പ്രവേശിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സിങ്. ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം നടക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ഇവിടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നെ തൊഴുതിറങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, പാൽപ്പായസമൊക്കെ കഴിപ്പിച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. തിരിച്ച് കാറിൻ്റെ അവിടെ വന്നപ്പോൾ കാറിൻ്റെ താക്കോല് കാണുന്നില്ല. പിന്നെ തിരിച്ചു പോയി അമ്പലത്തിൽ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേനും താഴെ കിടന്ന് ആരോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു താക്കോല്. അതും എടുത്തുകൊണ്ട് വരുന്ന വഴിയെ 2 പേരും കൂടെ. ഇവിടെ ഗുരുവായൂർ ടെമ്പിൾ ഉണ്ടെന്ന് തന്നെ അറിയാൻ കാരണം കൊൽക്കത്തയിൽ നിന്ന് പരിചയപ്പെട്ടൊരു ആൻറ്റി അങ്കിൾ കേട്ടോ, മലയാളീസാണ്. ഞങ്ങൾ എമ്പുരാൻ സിനിമ കാണാൻ പോയപ്പോൾ കണ്ടതാണ്. പിന്നെ ഭയങ്കര കമ്പനിയായി, വിളിയും കാര്യങ്ങളും. ഞങ്ങൾ 1-2 വട്ടം അവിടെ പോയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. 1 മാസമായി വന്നിട്ട്. ഇതുവരെ കൊൽക്കത്തയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി കയറിയതാണ്. അവിടെ കയറി സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേനും മാച്ച് വെച്ചു. ക്രിക്കറ്റ് ഫാനിലായിരുന്നല്ലോ, അത് കണ്ട് ടെൻഷനിലായിരുന്നു. പിന്നെ ഫസ്റ്റ് ബാറ്റിങ് അവരുടെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും നീലു ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ ഒരു കൊച്ചു പയ്യനുണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവനുമായിട്ട് ഇത്രയും നേരം ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് നീലു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ക്വാർട്ടറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 1.5 മണിക്കൂർ യാത്ര. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ കൊൽക്കത്ത ഗുരുവായൂർ അമ്പല വിശേഷങ്ങളൊക്കെ. ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ, സീ യു. ഹലോ എവരിവൺ.